ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെയും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരാഴ്ചയിലെ വിശേഷവുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ ഇന്നത്തെ ഒരു അവസാന സീൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സീൻ തന്നെയായിരുന്നു. നമ്മുടെ മനു വരികയും മനു വന്നിട്ട് സത്യം തെളിയിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കയറി കണ്ടു കാണും. പിന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ലേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് മനു അലീനയെ കൊണ്ടുപോവാണ്. അപ്പൊ മുത്തശ്ശി ഒരുപാട് സങ്കടത്തോടു കൂടിയാണല്ലോ ഇരുന്നത്. അലീനയെ ഇനി കാണാൻ പറ്റില്ലല്ലോ, അലീനയെ ഇനി കിട്ടില്ലല്ലോ, അലീന പോയല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് മുത്തശ്ശിയുടെ റൂമിലേക്ക് മനു കയറി ചെന്നിട്ട് അലീനനെ പറഞ്ഞയച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം പറഞ്ഞു, എന്ത് ചെയ്യാനാ മോനെ, ഞാൻ ഇവിടുന്ന് ആവുന്ന തരത്തിൽ പറഞ്ഞതാ, അവളൊരു പാവം പെങ്കൊച്ചാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നിന്റെ ആന്റി ഉണ്ടല്ലോ, എന്റെ മോള്, അവളൊരു ഒന്നൊന്നര സാധനമായി പോയി, അവൾ എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, അതെ, ഞാന് ഒരാളെ നോക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി വിട്ട് കളഞ്ഞേക്കരുത് കേട്ടോ, നീ മുറുക്ക പിടിച്ചോണം എന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ ഇങ്ങ് വിളിക്കുകയാണ്. അലീനയെ കണ്ടത് മുത്തശ്ശിക്ക് എന്റെ പൊന്നോ, ഇതുപോലെ സന്തോഷം വേറെ കിട്ടിയിട്ടില്ല. ഒരു സ്വർഗം കിട്ടിയ ഒരു സന്തോഷമാണ് മോളെ. അപ്പം നീ പോയില്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ വിളിക്കുന്നു, അടുത്തിരുത്തുന്നു, കെട്ടിപ്പിടിക്കുന്നു. എന്ത് ചെയ്യുന്നെന്നറിയില്ല. മുത്തശ്ശിക്ക് അത്രമാത്രം സന്തോഷമായി. കാരണം അതുപോലെ ഡിപ്രഷൻ അടിച്ചു പോയിട്ടോ, ഇനി തിരിച്ചു വരില്ലെന്നൊക്കെ ഓർത്തിട്ട് ഇരിക്കുകയായിരുന്നു നമ്മുടെ മുത്തശ്ശി. അങ്ങനെ മനു പറഞ്ഞു, അതെ, സത്യം എപ്പോഴും ജയിക്കുള്ളൂ മുത്തശ്ശി. അങ്ങനെയല്ലേ മുത്തശ്ശി എന്നോടും പറഞ്ഞിട്ടുള്ളത്. ഇവള് കള്ളത്തരം ചെയ്തിട്ടില്ല, കള്ളത്തരം ചെയ്ത് മുഴുവനും എന്റെ അനിയനാ, അവൻ ആരാ സാധനം. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, അവനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ അന്ന് ഈ റൂമിൽ വന്നിട്ട് ആ മോതിരം വെച്ചത് ഞാൻ കണ്ടതാ. കണ്ടിട്ട് എന്തു പറ്റി, അതങ്ങ് പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നോ? എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞു, ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുമോ? മോനോട് ഞാൻ പറഞ്ഞല്ലേ. വൈജയന്തി എന്തെങ്കിലും തീരുമാനിച്ചാ പിന്നെ തീരുമാനിച്ചതാ. അവളുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റാനായിട്ട് പറ്റത്തില്ല. മാത്രല്ല അവക്കെ അങ്ങേറെ സ്വഭാവ എന്റെ കെട്ടിയോന്റെ, അറിയാലോ. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാ പിന്നെ തീരുമാനിച്ചതാ. ആര് പിടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. പിന്നെ ആ സ്വഭാവം വെച്ചോണ്ട് അവള് നടക്കുന്നത്. അവള് പിടിച്ച മുയലിന് 100 കൊമ്പാന്ന് അവളുടെ വിചാരം. ഏതായാലും മോനെ, നീ വന്നല്ലോടാ. നീ വന്നതുകൊണ്ടല്ലേ അലീന മോള് തിരിച്ചെത്തിയത്. ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിയേ. പഴയതുപോലെ ഞാൻ ഈ റൂമിൽ ഏതെങ്കിലും മൂലയ്ക്ക് തലമുടി പോലും ഒന്ന് ചൊവ്വേ നേരെ ചീകി കെട്ടാൻ പറ്റാതെ കിടന്നേനെ. ഏതായാലും എന്റെ അലീന മോളെ നീ കൊണ്ടു തന്നല്ലോ. ഇനി ഒരിക്കലും അലീന ഇവിടുന്ന് പോകാൻ പോകുന്നില്ലമ്മേ. അലീന ഇവിടെ നിൽക്കാനുള്ള പെൺകുട്ടി തന്നെയാ. അങ്ങനെയാ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അലീന ഇവിടെ നിന്ന് മുത്തശ്ശിയുടെ രോഗമൊക്കെ മാറ്റി, മുത്തശ്ശീനെ നടത്തി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുത്തെ കുടുംബത്തിലെ പോലെ ഒരാളെ പോലെ ഇവിടെ നിൽക്കും. നോക്കിക്കോ. അല്ലെങ്കിൽ ഇനി ഈ മനുവിനൊരു കോൾ ചെയ്താൽ മതി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവക്കൊരു കോൾ ചെയ്താൽ പോരായിരുന്നു മുത്തശ്ശി. അപ്പൊ മുത്തശ്ശിയും പറഞ്ഞു, അല്ലെങ്കിലും ശരിയാണല്ലോ മോളെ അലീനെ, നിനക്കൊരു കോൾ ചെയ്താൽ പോരായിരുന്നു ഇവനെ. നിന്നോട് പറഞ്ഞതല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന്. എന്നിട്ട് നീ എന്തേ അവനെ വിളിക്കാതിരുന്നത്? അത് പിന്നെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചോണ്ടാ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് മനുവേട്ടനാ, ശരിയാ. പക്ഷെ അന്ന് വെച്ച് എപ്പോഴും ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കാനേ എനിക്കിഷ്ടല്ല. ഞങ്ങളുടെ മമ്മി ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു മമ്മി, എന്റെ പൊന്നു മോളെ, നിന്റെ മമ്മീനെ സമ്മതിക്കണം കേട്ടോ. ഇതുപോലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ മമ്മി. പിന്നെ എങ്ങനെയാ ഈ കരണത്തെ ഒരു അടി കിട്ടിയാൽ ആ കരണം കൂടെ കാണിച്ചു കൊടുക്കാന്നുള്ള നയമല്ല വേണ്ടത്. മോളെ പ്രതികരിക്കണം. മോള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മോള് പ്രതികരിക്കണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ എന്റെ വൈജയന്തി വാളെടുക്കാൻ വരുമ്പം ഓടി ചെന്നിട്ട് കാര്യമില്ല. അവള് വെച്ച് കീറും. അവൾ അങ്ങനെയാ, എന്റെ വയറ്റിൽ വന്ന് പിറന്നുപോയി അങ്ങനെ ഒരു വിത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി. ഏതായാലും മുത്തശ്ശിക്ക് സന്തോഷമായിട്ടോ നമ്മുടെ അലീന തിരിച്ചു വന്നതോടുകൂടി തന്നെ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ അലീന മുത്തശ്ശിയുടെ അടുത്തിരുന്നു. ഇനി ഈ മുത്തശ്ശിനെ വിട്ട് ഞാൻ എങ്ങും പോവില്ലാട്ടോ എന്ന് പറഞ്ഞു. ഏതായാലും ഇതേ സമയം പിന്നെ നമ്മുടെ വൈജയന്തിനെയാണ് കാണിക്കുന്നത്. വൈജയന്തി ആണെങ്കിൽ കാലി എടുത്ത് തുള്ളി നിൽക്കുകയാണ്. അപ്പൊ ഓഫീസിലൊക്കെ വൈജയന്തിക്ക് പോണല്ലോ. അപ്പൊ അതിന്റെ വെപ്രാളത്തിലും തിരക്കിലൊക്കെയാണ്. സമയം കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതൊന്നും അല്ല പുള്ളിക്കാരിക്ക്. കള്ളം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയന്തിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വൈജയന്തിക്ക് മനസ്സിലായി. മനു അത് മനസ്സിലാക്കി കൊടുത്തല്ലോ. അപ്പം അതിന്റെ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ. അപ്പൊ നമ്മുടെ ബാലേന്ദ്രൻ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും ബാലേന്ദ്രൻ ഇപ്പൊ സമാധാനമായി കാണൂല്ലോ, അവളിനി പോകുന്നില്ലല്ലോ. എനിക്ക് എന്ത് സമാധാനക്കേടും അടി. എനിക്കൊരു സമാധാനക്കേടും ഇല്ല. കാരണം അവള് തെറ്റ് ചെയ്തിട്ടില്ല. അത് കണ്ടുപിടിച്ചു മനു. അതിനിപ്പോ എന്താ, ഞാൻ സമാധാനമായിട്ടിരുന്നിട്ടോ സമാധാനക്കേടായിട്ടിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എടി, അവള് നല്ല കൊച്ചു തന്നെയാടി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവള് നല്ല കൊച്ചാണെന്ന്. അത് മാത്രല്ല, അവൾ ഇനി എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാ നീ കുറ്റപ്പെടുത്താൻ പോകുന്നത്?
പിന്നെ അവള് പൈസ കട്ടെടുത്തില്ലേ നിങ്ങളുടെ ബാഗിനകത്തുനിന്ന് ഡ്രോമേശക്കകത്തുനിന്നൊക്കെ പൈസ കട്ടെടുത്തതല്ലേ അവള് തിരിച്ചു തന്നത്. എന്റെ പൊന്നു വൈജയന്തി, വെറുതെ എന്തിനാ ആ പെണ്ണിനെ ഇനി കുറ്റം വെക്കുന്നത്? അവളെ ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ കൂടുതൽ നീ വിശദീകരിക്കാനൊന്നും പോണ്ട. നിനക്ക് സമയം പോയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, നീ ഓഫീസിലേക്ക് പോകാൻ നോക്ക്. അല്ലാതെ നീ വെറുതെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന വളരെയധികം ചീപ്പ് പരിപാടിയാ. മനു ഇനി കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിനക്കൊക്കെ മനു ഒരു വില തരുന്നുണ്ട്, അതുപോലും ഇനി തരാതിരിക്കും. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ നീ? ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ഒരു കോപ്പും വേണ്ട, ഞാൻ പോവാ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ മനു വന്നിട്ട്, അതെ ആന്റി ഒന്ന് നിന്നെ, എനിക്കും കൂടെ പറയാനുള്ളത് ആന്റി കേട്ടിട്ട് പോ. ഇനി എന്താടാ നിനക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ആന്റി, വെട്ടാൻ ചെല്ലുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള പോലെ തന്നെ ആന്റിയുടെ അടുത്ത് വരുമ്പോഴെന്ന് എനിക്ക് അറിയാം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ആന്റി. ആന്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം ആന്റി കുറ്റം വെക്കുന്നത് അലീനേനെയാണല്ലോ. അലീന എന്ത് ചെയ്തെന്ന് പറഞ്ഞാ ഇപ്പൊ കുറ്റം വെക്കുന്നത്? അലീന പൈസ എടുത്തെന്ന് പറഞ്ഞ്. ആ പൈസ ആരെടുത്തതാണെന്ന് ഒന്ന് വിശദീകരിച്ചൊന്ന് അന്വേഷിച്ച് നോക്ക്. വിശദീകരിച്ചൊന്ന് അന്വേഷിച്ച് ആ പൈസ ആരെടുത്തതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്ക്. അവിടെ ആന്റിയുടെ കഴിവ് തെളിയിക്കേണ്ടത്. സ്വന്തം മോനിട്ട് 2 പൊട്ടീര് പൊട്ടിച്ചാലേ കിളി പറയുന്ന പോലെ, കിളിയല്ല തത്ത പറയുന്ന പോലെ അവൻ പറയും അവൻ ആ പൈസ എടുത്തതെന്ന്. പിന്നെ ഇതിനെക്കുറിച്ച് ചെറിയൊരു ന്യൂസ് എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ആന്റിയോട് പറഞ്ഞതെന്ന് ആന്റി അങ്ങ് കൂട്ടിക്കോ. അതുകൊണ്ട് ആന്റി പുന്നാര മോനോട് ഒന്ന് ചോദിച്ചു നോക്കാം, എന്നിട്ട് ഇനി ഇതുപോലത്തെ പണിക്ക് പോകരുതെന്ന് ഒന്ന് പറയണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രോഹുവോ അവൻ പൈസ ഒന്നും കൊടുക്കത്തില്ല. ആന്റിയോട് ആരാ പറഞ്ഞേ? അതെ, നമ്മുടെ കുടുംബത്തിലെ മക്കളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ. അപ്പൊ മറ്റുള്ള പിള്ളേരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലേ? അതെ, സ്വന്തം മക്കളെ വിശ്വസിക്കുമ്പം മറ്റുള്ളവർ പറയുന്നതും ഒന്ന് വിശ്വാസത്തിലൊക്കെ എടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് തള്ളിക്കളയുന്നത് ശരിയാണോ? പിന്നെ നമ്മൾ ഒരാളെ ഇഷ്ടമല്ലെന്ന് ഓർത്തുകൊണ്ട് അയാളുടെ തെറ്റും കുറ്റങ്ങളും മാത്രം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. അല്ല, വൈജയാന്റിക്ക് തന്നെ അറിയാലോ, എന്റെ അമ്മ കമല അറിയാലോ, അവിടെ എങ്ങനെയാണ് മുത്തശ്ശി കഴിഞ്ഞതെന്ന്. എന്താ പറയാ, മലമൂത്ര വിസർജനത്തിന്റെ നാറ്റം കാരണം ആ റൂമിലേക്കൊന്നും അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒന്ന് തലമുടി ചീകി കെട്ടിക്കൊടുക്കൂ, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫുഡ് പോലും കഴിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ ആ പെങ്കൊച്ചു വന്ന് കണ്ടതല്ലേ മുത്തശ്ശിയുടെ മാറ്റം. എന്നിട്ടും എന്തിനാ? അല്ല, ആന്റിയുടെ അമ്മ തന്നെയല്ലേ ആ കിടക്കുന്നത്. ആ അമ്മേനെ ഇനി ഇതുപോലെ ഇട്ട് ചവിട്ടി തേക്കാൻ വേറെ ആരെങ്കിലും കൊണ്ടുവരണോ? അതാണോ ആന്റിയുടെ ആഗ്രഹം? എന്റെ പൊന്നു മനു, നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കെ. നീ എന്തിനാ അവളുടെ വക്കാലത്ത് പിടിച്ച് എന്റെ അടുത്ത് വരുന്നത്? നീ എന്തിനാ വെറുതെ അവളുടെ വക്കാലത്ത് പിടിക്കുന്നത്? നിന്റെ ആരാ അവള്? എന്റെ ആരുമല്ല അവള്, അത് ശരിയാ. പക്ഷെ അവളെപ്പോലെ ഒരു പെൺകുട്ടീനെ സത്യത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറയാലോ, നമ്മുടെ കുടുംബത്തിലും ഉണ്ട് പെണ്ണുങ്ങള്. അതുപോലെ എനിക്കും ഒത്തിരി കൂട്ടുകാര്, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. പക്ഷേ അവരിലൊന്നുമില്ലാത്തൊരു സ്വഭാവ ഗുണം അലീനയ്ക്കുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഇവരിൽ ആരിലും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹം അവളോടുണ്ടെന്ന് കൂട്ടിക്കോ. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇനിയിപ്പം വൈജി ആന്റിക്ക് അവളെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിടാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു തന്ത്രം കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ഇവിടെ ഒരു ഇൻഫോ പാർക്കില് എറണാകുളത്തോ കൊച്ചിയിൽ ഞാൻ വരുന്നുണ്ട്. അപ്പം അവിടെ ഞാനൊരു ചെറിയ റൂം എടുത്തിട്ട് മുത്തശ്ശിനെ അലീനേനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. എടാ, നിനക്ക് എന്താടാ തലയ്ക്ക് ഓളമുണ്ടോ? എനിക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല. അതെ, മരിക്കുന്നതിന് മുമ്പ് എന്റെ മുത്തശ്ശന്റെ ഒരു തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ കൊച്ചുമകനാന്ന് പറഞ്ഞ് ഈ മനു ആണാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. അവളെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കുന്നത് വരെ അവളുടെ ഗാർഡിയൻ ഞാൻ തന്നെ ആയിരിക്കും, അതുറപ്പാ. അതുകൊണ്ട് ഇനി അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും, ഇവിടെ എന്ത് പ്രശ്നം നേരിടേണ്ടി വന്നാലും അവളെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. കേട്ടല്ലോ? ഇത് കേട്ടിട്ട് നമ്മുടെ വൈജയന്തിക്ക് ദേഷ്യമാണോ കലിയാണോ എന്നൊന്നും അറിയില്ല. എന്തെങ്കിലും നീ കാണിക്ക. ഒരെണ്ണത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ട് മനുഷ്യന് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി ഇറങ്ങി പോവാണ്. ഇതേ സമയം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അലീന നിപ്പുണ്ടായിരുന്നുണ്ട്. എന്തോ അലീനയ്ക്ക് ആരൊക്കെ ഉള്ള പോലെ അലീനയ്ക്ക് തോന്നുകയാണ്. കാരണം അലീനയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ ബാലേന്ദ്രനുണ്ട്, മുത്തശ്ശിയുണ്ട്, അതുപോലെ മനു ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ അലീനയ്ക്ക് എന്തോ ചെറിയൊരു വിഷമോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അലീന അവിടെ നിൽക്കുന്നു. അങ്ങനെ അലീനയോട് മനു ചോദിച്ചു, അല്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും താൻ ഉണ്ടാക്കിയില്ലേ? അല്ല, മുത്തശ്ശി പറഞ്ഞായിരുന്നല്ലോ താൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോകാൻ തുടങ്ങിയെന്ന്. അത് പിന്നെ മനുവേട്ടാ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. അല്ല, അങ്കിളിന് വേണ്ടേ ബ്രേക്ക്ഫാസ്റ്റ്? എനിക്കും വേണം. മോളൊരു കാര്യം ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വാ മനു, വാ നമുക്കിരുന്ന് കഴിക്കാം എന്നിങ്ങനെ പറയാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് നമ്മുടെ അലീന കിച്ചണിലേക്ക് ചെല്ലുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വൈജയന്തിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. വൈജയന്തി നേരെ ഇറങ്ങി ഓഫീസിലേക്ക് ഓടുകട്ടോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലീന അവർക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുക്കാൻ നേരത്ത് മനു പറഞ്ഞു, അല്ല താൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അത് പിന്നെ ഞാന് ഇന്നൊന്നും കഴിച്ചില്ല. ഇന്നലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ?
ഇന്നലെ കുറച്ച് ചോറ് കഴിച്ചായിരുന്നു ഞാൻ. അത് മാത്രം മതിയോ? അതെ, ഇവിടെ വന്നിരുന്നേ, ഇവിടെ വന്നിരിക്കുക. അയ്യോ വേണ്ട, ഞാന് അടുക്കളയിൽ നിന്ന് കഴിച്ചോളാം. ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അലീനെ, നിന്നോടാ പറഞ്ഞത് ഇവിടെ വന്നിരിക്കാനായിട്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞത്, ഇനി എന്റെ സമ്മതം കിട്ടാഞ്ഞിട്ടാണോ നീ ഇവിടെ ഇരിക്കാത്തത്? അല്ല അങ്ങനെ ഒരു കേട്ടുകേൾവി ഉണ്ടേ. അല്ല നിന്നോട് മുത്തശ്ശി ഒരു ദിവസം ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പം ഇവിടുത്തെ സാറും മേഡവും സമ്മതിക്കാല്ല നീ കഴിക്കില്ലെന്ന് കണ്ട് പറഞ്ഞെന്നൊക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് പറയാ, അതെ നീ ഇനി ഇവിടെ അന്യല്ല, അതുകൊണ്ട് വന്നേ, നീ ഇവിടെ വന്നിരുന്നേ, കഴിച്ചേ എന്നും പറഞ്ഞ് നമ്മുടെ ആര്യ അലീനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. മനു തന്നെയാണ് വിളമ്പി കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നു. നമ്മുടെ അലീന ഭക്ഷണം കഴിക്കുന്നു. എന്തോ കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ നമ്മുടെ അലീനയ്ക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം ആ ഡൈനിങ് ടേബിൾ വന്ന് ഇരിക്കുക എന്നുള്ളൊരു യോഗ്യതയൊന്നും നമ്മുടെ അലീനയ്ക്ക് ഇല്ല എന്ന് അലീനയ്ക്ക് ഒരു ധാരണയുണ്ട്. പക്ഷെ അലീനയ്ക്ക് അറിയാൻ യോഗ്യത ഉണ്ടെന്ന്. എങ്കിൽ പോലും അവിടെ വന്നിരുന്ന് കഴിക്കാൻ അങ്ങനെ ഒരാൾ അവർ രണ്ടുപേരും അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അങ്ങനെ അവിടെ ഇരുന്ന് സമാധാനപൂർവ്വം തന്നെയാണ് കഴിക്കുന്നത്. ഇതേ സമയം നമ്മുടെ കമലയുടെ അടുത്തുണ്ടല്ലോ, ഉയ്യോ പോയി ചെന്ന് പറയുന്ന അതൊക്കെ ഞാൻ വരുന്ന വഴിക്ക് പറയാം. ഇതിന്റെ ബാക്കി പറഞ്ഞിട്ട് പറയാം. ഇപ്പം കാപ്പി കുടിച്ചോണ്ടിരിക്കുകയല്ല, അതിന്റെ ഇടയ്ക്ക് കയറ്റി പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവര് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ മനു പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനാണ്. പിന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്കിളിനോട് പറയാലോ. നിന്നെ ഇവിടെ ഇഷ്ടമില്ലാത്തത് ആന്റിക്ക് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ രോഹു, ബബിത, പിന്നെ കൃഷ്ണയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അവൾ നല്ലൊരു പെങ്കൊച്ച, എനിക്കറിയാം. അവൾക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. പിന്നെ മറ്റവരെ പോലെ കുച്ചുമ്പോ കുഞ്ഞായ്മോ ഒന്നും അവളുടെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരോട് നിനക്ക് ആരെയാണോ ഇഷ്ടം അവരോടൊക്കെ നീ പറയുക. നിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരാൻ വേണ്ടിയാ ഞാനിവിടെ ഉള്ളത് എന്നൊക്കെ മനു സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന റൂമിനകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പം അലീനയെ നമ്മുടെ മനു പിടിച്ചു നിർത്തിയിട്ട്, ഇതെന്തു പറ്റി, തന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവാണല്ലോടോ. കണ്ണിനകത്ത് മഴവില്ല് വരുന്നുണ്ടല്ലോ. മഴവില്ലാണല്ലോ തെളിഞ്ഞു കാണാൻ പറ്റുന്നത്. ഈ കണ്ണിനകത്തെ മഴവില്ലിനകത്ത് ഒത്തിരി വർണ്ണങ്ങൾ ഉണ്ടല്ലോ. തനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലേ. അത് പിന്നെ എനിക്കൊരു ആഗ്രഹവും ഇല്ല മനുവേട്ടാ. എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് എന്നോട് പറയണം കേട്ടോ. അതെന്താണെങ്കിലും നമുക്ക് സാധിക്കാൻ പറ്റുന്നതാണ് സാധിച്ചു തരാം. പിന്നെ താനിനി കരയാൻ പാടില്ല. ഇങ്ങനെ കണ്ണുനീര് ഒലിച്ച് താൻ നിൽക്കരുത്. അത് തനിക്ക് ചേരില്ല. താനൊരു ബോൾഡായ പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നോക്കട്ടെ. ഇനി വരുമ്പോൾ നല്ലൊരു ഫോൺ മേടിച്ചോണ്ട് വരാം. മുത്തശ്ശിക്ക് ഒരു ഫോൺ മേടിച്ചോണ്ട് വരണം. അതില് നമുക്ക് ഈ പഴയ ഫോണൊന്നും അല്ല, പുതിയ ഫോണൊക്കെ ആകാം. അതിനകത്ത് വാട്സപ്പ് അതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാലോ എന്നൊക്കെ പറയാണ്. ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അലീന, അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് അറിയാൻ താന് +2 വരെ പഠിച്ചിട്ടില്ലേ? താന് +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അത് പിന്നെ എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു 98% മാർക്കോ അങ്ങനെ എങ്ങാണ്ട് പറയുന്നുണ്ട്. 95 ആണ് അങ്ങനെ എങ്ങാണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മനുവിന്റെ കണ്ണ് തള്ളിപ്പോ. മനു ചോദിച്ചു, അത്രയും മാർക്ക് ഉണ്ടായിരുന്നോ? എന്നിട്ടാണ് നീ? അത് പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പഠിക്കാനൊന്നും പോകാൻ പറ്റില്ലായിരുന്നു മനുവേട്ട. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പഠിക്കാൻ പോകാതിരുന്നത്. അവിടെ എല്ലാവരുടെയും നോക്കണ്ടേ മമ്മിക്ക്. ആ കൂട്ടത്തിൽ എന്റെ പഠിത്തവും കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയല്ലേ. പിന്നെ പല ആൾക്കാർ സ്പോൺസറൊക്കെ ചെയ്യാൻ വന്നായിരുന്നു. പക്ഷെ അവരെയൊക്കെ എന്ത് വിശ്വസിച്ച് എന്റെ മമ്മി വിടും. അതുകൊണ്ടാണ് മമ്മി ഞങ്ങളെ പഠിപ്പിക്കാതെയൊക്കെ ഇരുന്നത്. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഫോണൊക്കെ ഉപയോഗിക്കാൻ എന്താ ഇത്ര പാട്? ഫോണൊക്കെ ഉപയോഗിക്കാൻ അലീനയ്ക്ക് കഴിയും. അതുകൊണ്ട് അലീന പേടിക്കൊന്നും വേണ്ട. നമുക്കൊരു ഫോണൊക്കെ സെറ്റപ്പ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മനു എല്ലാം സെറ്റ് ആക്കിയിട്ടാട്ടോ അവിടെ നിന്ന് പോകുന്നത്. ഏതായാലും വൈജയന്തി ഇനി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയും കൂട്ടി ഈ പറയുന്ന നമ്മുടെ മനു വേറെ വീട്ടിൽ താമസിക്കും. അതായത് മുത്തശ്ശീനെയും കൂട്ടി കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ വൈജയന്തി പിന്നെ പ്രശ്നമാണ്, പ്രശ്നക്കാരിയാണ്. ഉടനെയൊന്നും വൈജയന്തിയുടെ പ്രശ്നം തീരാൻ പോകുന്നില്ല. വൈജയന്തിയുടെ പ്രശ്നം കൂടി വരേ ഉള്ളൂ. അപ്പം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമലയുടെ അടുത്താണ് കേട്ടോ. നമ്മുടെ കമലയുടെ അടുത്ത് മനുശങ്കർ ചെല്ലുന്നുണ്ട്. അങ്ങനെ മനുശങ്കർ കമലയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹരിയാണെ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു കമലയോട്. എന്നെ അവിടെ കൊണ്ടിട്ട് അപമാനിച്ചു, ആ വേലക്കാരുടെ മുമ്പിൽ എന്നെ അപമാനിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാനൊരാണല്ലേ, ഞാൻ അങ്ങനെ ചെയ്തു നോർത്ത് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതും ഇതും ഒക്കെ പറഞ്ഞു പിടിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കമല ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ നിൽക്കപ്പം മനു വന്നതും നമ്മുടെ കമല, നീ എന്താടാ എന്റെ കൊച്ചിനെ കൊണ്ട് കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, അതേ മോന്റെ കയ്യിലിരിപ്പ് ശരിയാകണം. പിന്നെ അവള് ഒരു വേലക്കാരിയുടെ അടുത്ത്, അവനൊരു വേലക്കാരിയുടെ അടുത്തല്ലേ ഇതൊക്കെ ചെയ്തത്, അല്ലാതെ വേറൊന്നിനും അല്ലല്ലോ. ഒരു ടൈം പാസിന് അവന്റെ കുസൃതിത്തരമായിട്ട് നിനക്ക് ഇത് കണ്ടൂടെ? ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാണോ അമ്മ കുസൃതിത്തരം കളിക്കുന്നത്? അല്ല, ഇവിടുത്തെ പെമ്മക്കളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സഹിക്കുവോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അലീനയെ തൊട്ട് ഇനി ആരും കളിക്കേണ്ട ഒരാവശ്യമില്ല. അവളെ അങ്ങനെ വലിഞ്ഞു കയറി വന്നവളാണെന്നൊന്നും കരുതണ്ടാന്ന് പറഞ്ഞപ്പം, അതെന്താടാ നീ അങ്ങനെ പറയുന്നത്? അങ്ങനെ കരുതണ്ട. ഇനി ആര് പ്രശ്നം ഉണ്ടാക്കിയാലും അവളെയും മുത്തച്ഛനെയും കൊണ്ട് ഞാൻ പോകും. എങ്ങോട്ട് പോകും? അല്ല നിന്റെ മനസ്സിലിരിപ്പ് എന്താ? നിന്റെ വിചാരം എന്താ?
ഓഹോ, അവളെയും കെട്ടി അങ്ങ് കൂടിയേക്കാന്നാണോ നീ വിചാരിക്കുന്നത്? ഇനിയിപ്പൊ അങ്ങനെ കെട്ടാനാണെങ്കിൽ ചിലപ്പം കെട്ടിയെന്നും ഇരിക്കും. ദേ, എന്റെ വായിരിക്കുന്നൊന്നും കേൾക്കരുത്. വേലക്കാരി പെണ്ണിനെ കെട്ടി ഇങ്ങോട്ടേക്ക് വരാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലുണ്ടല്ലോ. അതെന്താ, ഞാൻ കെട്ടിയിട്ടുണ്ടല്ലോ? അവള് പെണ്ണല്ലേ? അവള് പെണ്ണാണെങ്കിൽ പിന്നെ എനിക്ക് കല്യാണം കഴിച്ചൂടെ? എന്റെ പൊന്നമ്മേ, അമ്മയൊന്ന് പൊക്കെ. വേറെ പണിയില്ല, ഓരോ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക. ആദ്യം മകനെ പറഞ്ഞ് നേരെയാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കമലേനെ അതും ഇതും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ ബബിതയൊക്കെ വന്നു കഴിയും. ബബിത നമ്മുടെ കൃഷ്ണയല്ലേ, കൃഷ്ണമോളല്ലേ, കൃഷ്ണമോള്, അതുപോലെ തന്നെ രോഹു ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ട്. മാത്രമല്ല നമ്മുടെ രോഹിത്തിനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കും അലീന. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണയ്ക്കാണെങ്കിൽ അലീന പോയതിന്റെ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അപ്പം അലീന അവിടെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവുകയാണ് നമ്മുടെ കൃഷ്ണമോൾക്ക്. അതൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഏതായാലും ഞാൻ നിർത്താണ്. ഏകദേശം ഒരാഴ്ചയിലെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ വരാൻ പോകുന്ന എന്തെങ്കിലും പുതിയ അപ്ഡേഷനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പുതിയ കഥയുമായിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.